നല്ല പടം നല്ല പടം ആ അത്യാവശ്യം സൂപ്പർ പടം. ജോജി ജോർജും ബിജുമനും തകർത്ത് കളഞ്ഞു. പിന്നെ നമുക്ക് ശേഷം നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ജോജി ജോർജൊക്കെ സൂപ്പർ അഭിനയം. പടം സൂപ്പർ പടം. നമ്മൾ വീണ്ടും ഒരു ജിത്തു ജോസഫ് മാജിക് എന്ന് തന്നെ വേണം പറയാൻ. എന്താ പറയണ്ടത്, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ. വലത്തുവശത്തെ കള്ളെന്നുള്ള പേരിനോട് 100% നമ്മുടെ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തായാലും അടിപൊളി ഒരു സൂപ്പർ പടമാണ്. അടിപൊളി സൂപ്പർ പടം. സസ്പെൻസ് ആണ്, നമുക്കൊന്നും പിടിയിട്ടില്ല. നമുക്ക് ക്ലൈമാക്സ് വരെ ഇരുന്ന് സിനിമ കണ്ടാൽ മാത്രമാണ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം സസ്പെൻസ് ഡ്രാമ ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇമോഷണലി ഭയങ്കര കണ്ടന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്കൊന്ന് ജിത്തു ചേട്ടൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിലൊന്ന് തന്നെ. അസാധ്യം. ബിജുചേട്ടനെ നോക്കുന്നത് വേറെ രണ്ടുപേര് രണ്ട് ഷെയ്ഡ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് പ്ലേ ഓഫ് ചെയ്തിരിക്കുന്നത്. ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്ന് പോലും നമ്മളിപ്പോൾ പറയുന്നില്ല. കാരണം രണ്ടുപേർക്ക് രണ്ട് ഷെയ്ഡ്സും ഉണ്ട്. സോ ദാറ്റ്സ് വൈ. ടീം പുള്ളിയുടെ കയ്യിലുണ്ടെന്നുള്ള ദൃശ്യം 2-ലുള്ള പ്രതീക്ഷ ഈ സിനിമയിലൂടെ കൂട്ടിയിട്ടുണ്ട്. അടിപൊളി. ആദ്യ അവസാനം ത്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. കുറേ ദിവസം ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമ അവർക്ക് കിട്ടില്ല. ഇല്ല ഒന്നും പറയാനില്ല. ഒരു ഇടയ്ക്കൊക്കെ ഉള്ള ലോജിക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പുള്ളി പറയുന്ന പോലെ തന്നെ നല്ലൊരു കൊടൂര ത്രില്ലർ തരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ 1-2 ലോജിക് മിസ്റ്റേക്സ് ഒക്കെ വരും. അതൊന്നും നമ്മൾ നോക്കി അതിനൊക്കെ ഇഴകീറി നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിയേറ്ററിനകത്ത് ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം തരുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി മാരക ത്രില്ലർ തന്നെ പറയാം. ആ സമയത്ത് മിറാശൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ച് പുള്ളി നമ്മുടെ ഇത് പറയല്ലോ ട്വിസ്റ്റൊക്കെ തരുന്നത് പുള്ളി അങ്ങനെ പുള്ളി വെടിയൊക്കെ തീർന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സമയത്താണ് ഈ ഒരു ത്രില്ലർ കൊണ്ടിറക്കി. എൻ്റെ പൊന്നെ ഇത് മാരക ത്രില്ലറായിപ്പോയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളി പറഞ്ഞില്ല ഞാൻ ത്രില്ലർ പോലെ ഇറക്കിയത് മറ്റേ ക്രൈമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി തല്ലണം. പുള്ളി നല്ല സൂപ്പറായിരുന്നു പടം. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. അഭിനയൊക്കെ സൂപ്പർ. നല്ലതായിരുന്നു. ശരിക്കും നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ സാധാരണ ഇൻ്റർവെൽ ടൈമിന് മുന്നേ തന്നെ പോപ്കോണൊക്കെ മേടിച്ച് കഴിച്ചിരിക്കുന്നത് അതൊന്നും നമ്മുടെ മനസ്സിലേ ഇല്ല. അങ്ങനെ ഒരു കഴിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ചെയ്യണം ബോറടിക്കുന്ന രീതിയിലൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നല്ല ടെൻഷനായിട്ടായിരിക്കുന്നത്. അപ്പം ബാക്കി കൂടെ നല്ല മൂവിയാണ്. നല്ല സക്സസ്സായി. നന്നായിരുന്നു. ജിനു മേനനും ജോജു ഒരേപോലെ പൊളിച്ചിട്ടുണ്ട്. നന്നായിരുന്നു. നല്ല ത്രില്ലർ മൂവിയാണ്.